ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പാർട്ടിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് വ്യാഴാഴ്ച ഔട്ടാവുകയാണ്. അപ്പോൾ ഇവരുടെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഞങ്ങൾ 2 ഫാമിലീസാണ് പോസ്റ്റിംഗ് ഔട്ടായി പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം നേരത്തെ തന്നെ അവിടെ പോയി എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവരെ നമ്മളെ വെൽക്കം ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് അതൊക്കെ മിസ്സായിപ്പോയി. അപ്പോഴത്തേക്കും ഇവരവിടെ നമുക്ക് വേണ്ട ഫുഡിൻ്റെ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ റീഫ്രഷ് എന്ന രീതിയിൽ ജ്യൂസും സ്നാക്സൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു പാർട്ടി. നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു ഇത്രയും നാൾ. ഞാൻ ഇതിനു മുന്നേ ഹസ്ബൻഡിൻ്റെ കൂടെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഊട്ടിയിലാണ് ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയതും. അതുമാത്രമല്ല, നമ്മളെല്ലാ സൺഡേയ്സിലും പുറത്ത് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തി. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഊട്ടി ലൈഫ് എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. ഇതിനു മുന്നേ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയെങ്കിലും ഇത്രയും മലയാളി ഫാമിലീസിനെ ഞാൻ കണ്ടിട്ടില്ല. പകുതി മുക്കാൽ പേര് ഹിന്ദിക്കാരായിരിക്കും. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഇത്രയും മലയാളി ഫാമിലീസായിട്ട് വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു മുന്നോട്ട് പോയത്. അത്ര ഹാപ്പി ആയിരുന്നു എല്ലാവരും കൂടി. അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയിരിക്കുകയാണ്. അപ്പം വെളിയിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ. മലയാളികൾ അങ്ങനെയാണല്ലോ, കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വർത്താനം പറയും അല്ലേ. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് നമുക്കുള്ളത്. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡെല്ലാം നമ്മൾ കഴിച്ചത് ബിരിയാണിയാണ്. അപ്പം അതിനുള്ള സെറ്റിങ്സ് എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടോട്ടൽ 10-12 ആളുകളുണ്ടായിരുന്നു. ഇതിനു മുന്നേ പല സ്ഥലങ്ങളിൽ പോയിട്ടും നമുക്കാരും, അതായത് എനിക്ക് മീൻസ് ഫാമിലി ആയിട്ട് നമുക്കാരും ട്രീറ്റ് തന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത്. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. എല്ലാവരെയും മിസ് ചെയ്യുന്നതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് പോസ്റ്റിംഗ് വരുമ്പോൾ എന്തായാലും പോസ്റ്റിംഗ് ഔട്ടും കാണും. അപ്പോൾ പിന്നെ അത്രയും നാൾ നമ്മൾ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് ആർമി ലൈഫ് എന്ന് പറയുന്നത്. ഫുഡെല്ലാം കഴിച്ചിറങ്ങിയതിന് ശേഷം പിന്നെ ഫ്രണ്ട്സിൻ്റെ വക പോസ്റ്റിംഗ് ഔട്ടായ 2 ഫാമിലീസ് ഡാൻസ് കളിക്കണമെന്നായിരുന്നു. അപ്പോൾ ഡാൻസ് കളിക്കാൻ പണ്ടേ നമ്മളെ സംബന്ധിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഏട്ടൻ പറയുകയാണ്, സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം, അതുപോലെ നീ ചെയ്താൽ മതിയെന്ന്. പക്ഷേ എനിക്ക് എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങനെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ചമ്മലുള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളാണ്. എന്നാലും ഞാൻ എൻ്റെ കഴിവുകൾ പരമാവധി എടുത്തിട്ടുണ്ട്. അരുൺ സാറേ കളിച്ചോ, കളി അരുൺ സാറേ കളി. അത് തന്നെ ആ അത് തന്നെ സൂപ്പർ അടിപൊളി സൂപ്പർ. അതിനുശേഷം പിന്നെ ബാക്കി എല്ലാവരും കൂടി ഡാൻസ് കളിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആർക്കും സ്റ്റെപ്പും കാര്യങ്ങളൊന്നും അറിയത്തില്ല, അവരുടേതായിട്ടുള്ള രീതിയിലും കളിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഡാൻസായി, പാട്ടായി, അങ്ങനെ കുറേ നേരം നമ്മൾ ഏകദേശം ഒരു 12 മണിയോളം അവിടെ ഡാൻസ് പാട്ടൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ടൈം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. അതൊക്കെ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ വളരെയധികം സന്തോഷമായിരുന്നു ആ ഒരു മൊമെൻ്റ്. അതൊന്നും നമുക്ക് പിന്നീട് ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു നിമിഷമാണ് അതൊക്കെ. കഴിഞ്ഞ വർഷം പോസ്റ്റിംഗ് വന്നു. കഴിഞ്ഞ വർഷം ഇവിടെ പോസ്റ്റിംഗ് വന്നു. ഇവിടെ ഫുള്ള് നമ്മുടെ എന്താണ് ഇതുവരെ കണ്ട പടമല്ല, ഇവിടെ വന്നിട്ട് കണ്ടത്. ഭയങ്കര എന്ത് കാര്യം വിളിച്ചെല്ലാം എത്തുന്ന ഓടിയെത്തുന്ന കുറേ ഫ്രണ്ട്സുകളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ 14 വർഷം സർവീസിനകത്ത് ഇതെനിക്കൊരു പോസ്റ്റിംഗ് ഞാൻ കട്ടിയിട്ടില്ല. എല്ലാവരും നല്ല വൈബായിരുന്നു, എല്ലാവരും സൂപ്പറായിരുന്നു. ഇനിയും ഇതെനിക്ക് മുമ്പോട്ട് പോകണം. നമ്മൾ പോയതിനു ശേഷം നമുക്ക് പകരമായിട്ട് 2 ആൾക്കാരെ കൂട്ടി
ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ഒരുക്കി തന്ന ട്രീറ്റ് വീഡിയോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനെയൊരു ട്രീറ്റ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതിന്. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.